നമസ്കാരം. ഓക്കെ, അപ്പോൾ പുറകിലൂടെയും കേൾക്കാമല്ലേ? ഓക്കെ, കൂൾ, താങ്ക് യു. അപ്പോൾ എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി, ഓർഗനൈസേഷനും നന്ദി. അതേമാതിരി ഈ ഉച്ച ടൈമിൽ ബിരിയാണി കഴിച്ചിട്ട് ഉറക്കില്ലാതെ എന്നെ കേൾക്കാനായിട്ട് തയ്യാറായിരിക്കണ എല്ലാ ഓഡിയൻസിനും നന്ദി. അപ്പോൾ എനിക്ക് ജസീലിനായിട്ട് ഞാൻ എറണാകുളത്തൊക്കെ വെച്ച് മ്യൂച്വൽ ഫണ്ട് ഓരോ കോൺഫറൻസിനെ കുറിച്ചുള്ള പരിചയമാണ്. അപ്പോൾ ജസീൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ സെഷൻ ഉണ്ടാകുമ്പോൾ എന്നോട് വന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ ഐ ഓൾവേസ് ഓണേഡ് ആൻഡ് ടു കം ആൻഡ് സ്പീക്ക് അബൌട്ട് എത്തിക്കൽ വേ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് തന്നേക്കുന്ന കാര്യം വെച്ചാൽ, ഒന്ന് ഇവിടെ സംസാരിക്കുന്ന കാര്യം പോൺസി സ്കീം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ ഒരു ഹെൽത്തി ആയിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ 4 കാര്യമാണ് ഞാനിപ്പോൾ ഈ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റിൽ സംസാരിക്കാനായിട്ട് നോക്കുന്നത്. അതിലത്തെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഫിനാൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഈ നീഡിന് മനസ്സിലാക്കിയിട്ട് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് റെഗുലേറ്റഡ് ആയിട്ട് മാർക്കറ്റിലുള്ളത്, നമ്മുടെ ഇട്ട പൈസയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏതാണ്, അതാണ് പറയാൻ പോണത്. അതോടൊപ്പം അവസാനിപ്പിക്കണതിൽ ഏതിലൊക്കെയാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലാത്ത എന്നാൽ ഒരു നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതാണ് ഞാനൊരു 20 മിനിറ്റിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ 5 മിനിറ്റും ഓരോ കാര്യം പറയാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിത്തിരി ശരിക്കും ഓരോ ടോപ്പിക്കും 1 മണിക്കൂർ വെച്ച് സംസാരിക്കേണ്ടതാണ്. ഐ വിൽ ട്രൈ ടു കവർ ദിസ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വ്യക്തികൾക്കും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം. കാരണം നമ്മൾ വാരൻ ബഫറ്റൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പൈസ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണതിൻ്റെ അന്ന് വരെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, നമ്മുടെ ആവറേജ് ലിവിങ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിൽ തന്നെ 76 വയസ്സാണ്. പണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലൊക്കെ 56 വയസ്സായിരുന്നു. അതിൻ്റെ പേരിലാണ് 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് വെച്ചത്. ഇപ്പോഴും ഗവൺമെൻറ് ഇത്തിരി അപ്ഡേറ്റഡ് ആയിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് 75 വയസ്സ് വരെ പണിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് തരണം. അതില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഇവിടെ ചിലവരെയൊക്കെ നരച്ച മുടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഏകദേശം ഒരു 120 ദിവസം വരെ ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇത്തിരി കണ്ടിട്ട് നല്ല ഫിറ്റൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും അത്യാവശ്യം നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞ് ഇത്തിരി യോഗയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കാലം ജീവിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 5 നേരമൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി എക്സസൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങളും ചിലപ്പോൾ ഇത്തിരി സ്ട്രെസ് ഫ്രീ ഒക്കെ ആയിട്ട് ഒരു 10-100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു 60-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 7-ാമത്തെ, സാറ് വല്ലതും ചോദിക്കണ്ട എന്നോട്? അല്ലല്ല, ഞാൻ ഓക്കെ ഫൈൻ, ഓക്കെ. അല്ല, അപ്പോൾ ഒരു 60-ാമത്തെ വയസ്സിലൊക്കെ നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 40 വർഷം നമ്മൾ ഒരു ഇൻകവും ഇല്ലാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പൈസ കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതിൽ നമുക്കൊരു മന്ത്ലി ഒരു ശമ്പളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തെ ഒരു ചിലവ് എത്രയാണ് നമുക്കറിയണം. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞ കാര്യം വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാർക്കും ഇപ്പോൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും മാത്രമേ നേരമുള്ളൂ, ആരും ജീവിക്കുന്നില്ല എന്ന് പറയാം. ഉള്ള പൈസ മൊത്തം കൂട്ടി വയ്ക്കണം എന്നുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യല്ലേ. കാരണം വെച്ചാൽ ഉള്ള പൈസ പിശുക്കി ജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനൊരു കളർഫുൾ ഇല്ലാതെയാവും. അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യും. അതേമാതിരി കുറച്ച് ദാനമൊക്കെ കൊടുക്കുക. അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ലൈഫിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അതിൻ്റെ പേരിൽ മാസം ഒരു ഇൻകം കിട്ടുന്ന ആൾക്കാർ മാസം എത്ര രൂപ ചിലവാക്കുന്നുള്ളൊരു ധാരണ വേണം. അതിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ആ പൈസനേക്കാളും കൂടുതലാവരുത്. നമുക്ക് മാസം എത്ര രൂപ കിട്ടുന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടോ? എത്ര രൂപ മാസം കിട്ടുന്നുള്ളത്? ഇപ്പോൾ ശമ്പളക്കാർക്കാണെങ്കിൽ ഒന്ന് കൈവദിച്ചാൽ എല്ലാവർക്കും മാസം എത്ര രൂപ കിട്ടുന്നത് കൃത്യമായിട്ട് അറിയോ എല്ലാവർക്കും? ഓക്കെ. എത്ര രൂപ മാസത്തെ ബഡ്ജറ്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയോ? എത്ര രൂപ മാസം കൃത്യമായിട്ട് ചിലവാണ്ടെന്ന് അറിയോ? അപ്പോൾ കൈ വെക്കണ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇത് ഈ ബഡ്ജറ്റിനേക്കാളും കൂടി പോകുന്നുണ്ടോ? അത് കൂടരുത്. അതിനേക്കാളും കുറഞ്ഞ് ജീവിക്കാൻ പാടില്ല. എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളത്. ഇതിനി വലിയ ഫിനാൻസൊക്കെ പറഞ്ഞാലും ഇതാണ് ഫസ്റ്റ് കാര്യം. കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കണം. ഇതില്ലെങ്കിൽ പണിയാണ്. ഇനി ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ ബിസിനസ്സുകാരനല്ലേ, അപ്പോൾ ബിസിനസ് എൻ്റെ ആണല്ലോ, അപ്പോൾ എനിക്ക് കാശില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള കാശ് എടുത്തുകൊണ്ടിരാന്നല്ലേ. അന്ന് തുടങ്ങി ആ ബിസിനസ് പൊട്ടിപ്പോവും. അപ്പോൾ എപ്പോഴും ബിസിനസ്സുകാരനാണെങ്കിലും ശമ്പളം എടുക്കണം.
ആ ശമ്പളത്തിൽ നിന്ന് വേണം നമ്മുടെ ആ കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കണം. എന്നിട്ട് ആ പൈസ എത്രയാണോ അതിൻ്റെ ആ മാസത്തെ ചിലവ് എത്രയാണോ അതിൻ്റെ ഒരു 6 മാസം പൈസയെങ്കിലും ഒരു കരുതൽ നിധിയായിട്ട് എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം വരുമാനമൊന്നും വന്നില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ പൈസ വേറെ ബാങ്കിലിട്ട് വെക്കണം. നമ്മുടെ സാധാരണ ബാങ്കിലിട്ട് വയ്ക്കരുത്. കാരണം ബാങ്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമ്മൾ തന്നെ എടുത്ത് ചിലവാക്കി പോകും. ഈ സെപ്പറേറ്റ് ബാങ്കിലിട്ട് വയ്ക്കണതിന് ATM കാർഡ് പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം ATM കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുത്തില്ല. പിന്നെ അയലോക്കാർ കടം വന്നു ചോദിച്ചാൽ ആ പൈസ എടുത്ത് കൊടുക്കരുത്. കാരണം അത് നിങ്ങളുടെ എമർജൻസി ഫണ്ടാണ് ഈ പറഞ്ഞ സാധനം. ഇത് കൃത്യമായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിനോട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് അത് എൻ്റെ പണ്ഡിതൻ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അവരൊക്കെ അതൊക്കെ പറയും. ഇത് എന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറയാം, ഇവിടെ കുറേ കാശുകാർ കുറേ കാക്കമാരിക്കുണ്ടാവും. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാശില്ലാത്തവർക്ക് എന്തെങ്കിലും അസുഖം വന്നിക്കഴിഞ്ഞാൽ കൈ നീട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് എടുക്കണ്ട. കാരണം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം സാമ്പത്തികമായിട്ട് കയ്യിലുണ്ട്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് പൈസ ഉപയോഗിക്കണ്ട. അങ്ങനെ ഉപയോഗിക്കണ്ട. പക്ഷേ നിവൃത്തികേടാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. കാരണം നമുക്ക് അസുഖം വന്നിട്ട് പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതിന് പോയി എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇപ്പോൾ എനിക്ക് എത്രയോ മുസ്ലിംസ് ഫ്രണ്ട്സ് ഉണ്ടെന്നറിയോ, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസ് ഉണ്ടെന്നറിയോ, അവർ കാർ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കും. പക്ഷേ കാറിന് ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കില്ല. കാരണം അവർ കാർ ഇൻഷുറൻസ് എടുക്കേണ്ടത് നിയമമാണ്. പക്ഷേ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നിവൃത്തികേടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. അത് നിങ്ങളുടെ വിശ്വാസത്തിനെ പറ്റുമോ. അതേമാതിരി തന്നെ ടൈം ഇൻഷുറൻസ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ ഇടണം. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി എന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ മാറ്റി വെക്കണം. ഈ രണ്ട് കാര്യവും ഇത്തിരി കോൺട്രവേഴ്ഷ്യലാണ് ഇവിടെ പറയുമ്പോൾ. പക്ഷേ എനിക്ക് ഞാനീ വന്ന് പറയുമ്പോൾ എൻ്റെ വാക്കിന് നീതി വേണം എന്നുള്ളതിൻ്റെ പേര് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എത്ര പേർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ഈ പറഞ്ഞ കാര്യം. ഇതോടൊപ്പം തന്നെ പൈസ ബാക്കി നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, കുട്ടികളുടെ കല്യാണം ഉണ്ടാവും, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഉണ്ടാവും. അതിനെത്രയെന്ന് കണ്ടിട്ട് നിങ്ങളൊരു പൈസ മാറ്റി വയ്ക്കാം. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ, ഈ പൈസ നമ്മൾ കൊടുത്തേക്കുന്ന ആൾക്കാർ ഡീഫോൾട്ട് ആക്കിയാലും നമുക്ക് ആരുടെ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു കടക്കാരൻ്റെ നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അയാളൊരു സ്റ്റേഷനറി കട നടത്തുന്ന ആൾ അങ്ങേരുടെ അടുത്ത് കാശ് കൊണ്ട് കൊടുത്ത് ആ സ്ഥാപനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഒരു ബാങ്കിൽ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിനോട് പോയി ചോദിക്കാം. ഇപ്പോൾ ഒരു RBI അലൗഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഓരോ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, മ്യൂച്വൽ ഫണ്ട് പോലത്തെ പ്രൊഡക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളോട് പോയി ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലയിടത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കും. അതിന് പകരം നമ്മൾക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ഇൻവെസ്റ്റ് ചെയ്തത് ആരാണ് ഇതിൻ്റെ റെഗുലേറ്ററി ബോഡി എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഒന്ന് നമുക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് RBI നമുക്ക് അലൗഡാണ്. കാരണം RBI റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവർ അതിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. ഇനി അടുത്ത ബോഡി എന്ന് പറഞ്ഞാൽ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എല്ലാത്തിനും സെബിയുടെ ഗൈഡൻസ് അനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലാണെന്നുണ്ടെങ്കിൽ IRDA എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവരുടെ കീഴിലെ റെഗുലേഷൻ പാലിക്കുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി PFRDA എന്ന് പറഞ്ഞിട്ടൊരു പെൻഷൻ ഫണ്ടുകളുണ്ട്, ഇതിലുള്ളതാണ്. ഇതിലൊന്നും ഇല്ലാത്തടത്ത് ഒരാൾ വന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 10 ലക്ഷത്തിന് എല്ലാ മാസവും 10,000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിക്കോട് നിന്നൊക്കെ എത്രയോ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ഹീരാ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് 300 കോടിയാണ് കോഴിക്കോട് നിർത്തുന്നു എന്ന് പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും എനിക്ക് ബോംബെയിലൊക്കെ ഇരുന്ന് ഞാൻ കേൾക്കുന്ന ടൈമിൽ എന്നോട് പറഞ്ഞ കോഴിക്കോട് നിന്ന് ആൾക്കാരെ പറ്റിച്ചത്. അപ്പോൾ അവർ കേരളത്തിലെ ആൾക്കാർ ഇത്ര മണ്ടന്മാരാന്ന് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ആരും ആക്കി പറഞ്ഞതല്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് ഇവരേത് റെഗുലേഷണറി ബോഡിയിലാണെന്ന് നമുക്കറിയോ? ഇപ്പോൾ അടുത്ത ഒരു ജ്വല്ലറി വന്നിട്ട് കുറേ കാശ് വന്നിട്ട് ആൾക്കാരെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അവിടേക്ക് നമ്മളെന്തിന് പൈസ കൊണ്ട് കൊടുക്കണം? കാരണം ഇതിന് ഏത് റെഗുലേറ്ററി ബോഡിയാണുള്ളത്? കാരണം ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് RBIയുടെ, സെബിയുടെ, PFRDAയുടെ, IRDAയുടെ യാതൊരു അംഗീകാരമില്ലാണ്ടാണ് ഈ പൈസ എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? അപ്പം ഇതിനിടയിൽ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ഈ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പലിശ പാടില്ല, അല്ലെങ്കിൽ ഡെറ്റ് പ്രൊഡക്റ്റിൽ പാടില്ല എന്നുള്ളൊരു തെറ്റുകാരുണ്ട്. അതും പറഞ്ഞിട്ട് നമ്മൾ കണ്ടോടത്തൊക്കെ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും?
അതിന് ഒരു ഇന്ത്യയിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിലുള്ളിടത്ത് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ എൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പിന്നെ നമ്മൾ ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇസ്ലാമിക് പ്രിൻസിപ്പിളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം നോക്കണമെങ്കിൽ കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെന്താണ്? ഒന്ന് ബാങ്ക്, ക്ലിയർ അല്ലേ? ഇനി ഉള്ളത് ആൽക്കഹോള് അല്ലെങ്കിൽ ടൊബാക്കോ, ഇത് പാടില്ല, ക്ലിയർ അല്ല എല്ലാവർക്കും. അപ്പോൾ ഇതിലും അടുത്ത ചോദ്യം എനിക്കുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഹോം ലോൺ എടുത്തവരുണ്ടോ ആരെങ്കിലും ഇടാ? അല്ലെങ്കിൽ കാർ ലോൺ എടുത്തവരുണ്ടോ ആരെങ്കിലും ഉണ്ടാ? ഈ കാർ ലോണും ഹോം ലോൺ എടുത്തിട്ട് ഇനി നിങ്ങൾ പറയരുത് FD ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. മനസ്സിലായില്ലേ? അതെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോ FD പാടില്ല എന്നുള്ളത്. ദാറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത കാര്യം, ആരെങ്കിലും സിഗരറ്റ് വലിക്കണവരുണ്ടോ? കൈ ഒന്നിക്കൊന്നും വേണ്ട. സിഗരറ്റ് വലിച്ചിട്ട് നിങ്ങൾ പറയരുത് സിഗരറ്റ് വലിക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ, കാരണം അങ്ങനെയാണെന്ന് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്യാറുണ്ട് കടത്തിൽ നിന്ന് എങ്ങനെ മാറാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ കടം ഉണ്ടായിട്ട് ഒരു മുസ്ലിം എന്നെ കാണാൻ വരാൻ പാടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായി മുസ്ലിംസ് വരാറുണ്ട് കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവരോട് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻട്രസ്റ്റ് ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോൺ എടുക്കുന്ന ടൈമിൽ വീട് വെക്കേണ്ട നിർബന്ധം വരുന്നു. അതിൻ്റെ പേര് വീട് വെക്കാനായിട്ട് ഞങ്ങൾ ലോൺ എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കും പക്ഷെ വാങ്ങില്ല, അങ്ങനെയല്ല പറഞ്ഞേക്കണത് അല്ലേ? ഇൻട്രസ്റ്റ് വാങ്ങാനും പാടില്ല, കൊടുക്കാനും അങ്ങനെയല്ലേ? ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തണുണ്ട് എല്ലാവരും. ഞാനീ പറഞ്ഞതൊന്നും സത്യമല്ല, കാരണം നിങ്ങളാണ് എൻ്റെ എക്സ്പേർട്സ്. ഇപ്പം ഞാൻ പറയണതിൽ വല്ല കുറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ട. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ടൊബാക്കോ, ആൽക്കഹോൾ, ഇതൊന്നും പാടില്ല. ഈ പറഞ്ഞ അത്തരം കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി സ്പെക്കുലേഷൻ പാടില്ല, ഗാംബ്ലിംഗ് പാടില്ല. അതേമാതിരി ഭക്ഷണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർക്ക് പോലത്തെ സാധനങ്ങളിൽ കച്ചവടം നടത്തിയിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണോഗ്രാഫി പാടില്ല. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്ന ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ക്ലിയർ അല്ലേ ഈ പറഞ്ഞ സാധനം? ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ കാര്യം നോക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നും ഇല്ലാത്തതാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ബിസിനസ്സിൽ ചിലപ്പോൾ അവർ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പൈസ ആരെങ്കിലും കൊടുത്തിട്ട് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വലിയൊരു കമ്പനി, IT കമ്പനിയാണെന്ന് വിചാരിക്കൂ. ആ കമ്പനിക്ക് കുറേ കാശ് ഇരിക്കുന്നു, അവർ കൊണ്ടുപോയിട്ട് ആ പൈസയിൽ FD ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ചോദ്യമാണ്, അത് ചെയ്യാൻ പാടില്ല. അതേമാതിരി ഇപ്പോൾ ഒരു കമ്പനി ഒരു റോഡ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി ഒരു പർട്ടിക്കുലർ റോഡ് പണിയാനായിട്ട് അവർ ലോൺ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിലും ഷെറിയ ബോർഡ് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ 3% കുറവാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഇതൊന്നും ഇൻറ്റൻഷനലി അല്ല, നമ്മുടെ ഒരു പ്രോഫിറ്റ് ധാരണ കണ്ടിട്ടല്ല ഇൻട്രസ്റ്റ് നോക്കുന്നത്. കാരണം ഇത്തരം ബിസിനസ് ചെയ്യുന്ന ടൈമിൽ അത് വേണം എന്നുള്ളതിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ അങ്ങനെ ആ ഒരു ലിമിറ്റ് പറഞ്ഞേക്കണം, അതിനേക്കാൾ കുറവ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻവെസ്റ്റ്. അതും എത്രയാണ് ചെയ്തതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത എത്രയാണോ ആ ഇൻട്രസ്റ്റ്, അതിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാഭത്തിൽ നമുക്ക് പെർ ചെയ്യാൻ പറ്റും. ലാഭത്തിൽ എത്രയാണോ നമ്മൾ ആ യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അത് സക്കാത്തിൽ പെടില്ല, അല്ലാതെ നമുക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലേ? സ്വർണം നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ സ്വർണ്ണമായിട്ട് വാങ്ങി വയ്ക്കാം, ഇതാർക്കും തർക്കമില്ലല്ലോ, ഇത് വാങ്ങി വയ്ക്കാം. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡ് വാങ്ങാം, ETF-ൽ ഗോൾഡ് വാങ്ങാം. ഇതിലൊന്നും ഇനി ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഗോൾഡ് വാങ്ങുമ്പോഴും സിൽവർ വാങ്ങുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതിൻ്റെ അകത്തും അവർ ഡെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഡെറ്റും 3% കുറവാണെന്ന് നോക്കണം. കാരണം ഇവർക്ക് ചിലപ്പോൾ എപ്പോഴും ആരെങ്കിലും വന്നിട്ട് പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കാനായിട്ട് അവർ കുറച്ച് ലിക്വിഡിറ്റി മാനേജ് ചെയ്യാനായിട്ട് അവർ ഈ പറഞ്ഞ പൈസ വെച്ചിട്ടുണ്ടാവും. ആ പൈസ 3% വെക്കണം. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ അലൗഡാണ്. അപ്പോൾ എന്തൊക്കെ പറ്റും? ഫിസിക്കൽ ഗോൾഡ് വാങ്ങാൻ പറ്റും, ക്യാഷ് ആയിട്ട് ബാങ്കിൽ വയ്ക്കാൻ പറ്റും, ഇൻട്രസ്റ്റിലാണ്ട് ഗോൾഡ് വാങ്ങാൻ പറ്റും, സിൽവർ വാങ്ങാൻ പറ്റും, ETF മ്യൂച്വൽ ഫണ്ടായിട്ട് ഗോൾഡ് വാങ്ങാൻ പറ്റും. ഇതേമാതിരി തന്നെ ഷെയർ വാങ്ങാൻ പറ്റും. ഷെയർ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിൽ പെടാത്ത കമ്പനികളേതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു IT കമ്പനി, അല്ലെങ്കിൽ ഒരു ടയർ കമ്പനി, അല്ലെങ്കിൽ ഒരു കാർ കമ്പനി, ഇതിലൊന്നും ഈ കറക്റ്റായിട്ടുള്ള എത്തിക്കൽ വേയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കമ്പനികളിലെ ഷെയർ നമ്മൾക്ക് വാങ്ങി വയ്ക്കാം. ഇനി ആ ഷെയർ വാങ്ങി വയ്ക്കേണ്ടത് തന്നെ
നമുക്ക് ഇതിലും മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ ETF ഉണ്ട്. ഇതിലാണ് പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം 3ഓളം എത്തിക്കൽ വേയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ETF-കളും ഉണ്ട്. ഇത്തരം ഗോൾഡ് ETF, സിൽവർ ETF, അതേമാതിരി ഷെറിയ ബീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അതിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. കാരണം അതിൽ ലിക്വിഡിറ്റി വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് FD ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടാണ്, പറ്റില്ല എന്നുള്ളത്. കാരണം അതിൽ ആക്ച്വൽ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളവർക്ക് അത് പറ്റത്തില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ നോക്കാം. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ ഗോൾഡായി, സ്റ്റോക്കായി, ഇക്വിറ്റിയായി, ഇതിലെല്ലാത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ദിവസം മുകളിൽ നിൽക്കായിരിക്കും, പിറ്റേ ദിവസം താഴെ നിൽക്കായിരിക്കും. അപ്പോൾ നമ്മൾ 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, എനിക്ക് അടുത്ത മാസം തൊട്ട് എനിക്ക് 50,000 രൂപ വെച്ചിട്ട് പെൻഷൻ കിട്ടണം. ആ സാധനം ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, എല്ലാ മാസവും കൃത്യമായിട്ട് 50,000 വെച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പലപ്പോഴും പറഞ്ഞ കാര്യം SWP എന്നൊക്കെ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ഇതിൽ ശരിക്കും അത്ര പ്രായോഗികമായിട്ട് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, എല്ലാ മാസവും ഇത്തരം ഫണ്ടുകളിൽ നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും ഒരു മാസം എത്ര രൂപയാണ് നിങ്ങൾക്ക് മാസം വേണ്ടത്, അതിനൊരു 3 വർഷത്തേക്കുള്ള പൈസ തരണം. ആ പൈസ എടുത്ത് മാറ്റി വയ്ക്കുക ബാങ്കിൽ. എന്നിട്ട് ബാക്കിയുള്ള പൈസ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും 4 വർഷം കൂടുമ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ചിലവിനുള്ളത് മാറ്റി വയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യുക. അതേപോലെ തന്നെ കാര്യം വെച്ചാൽ പറ്റുമെങ്കിൽ അത്യാവശ്യം സ്ഥിതിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. റെൻറ്റ് കിട്ടുന്ന പരിപാടി നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ റെൻറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് റിട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ വലിയ വലിയ IT പാർക്കുകളൊക്കെ ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് എല്ലാ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ നമുക്ക് റെൻ്റൽ ഇൻകം പോലെ നമുക്ക് കിട്ടും. അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാനും റെഗുലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി നാളെ ഏതെങ്കിലും ഒരു ജ്വല്ലറിക്കാരൻ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർ ജ്വല്ലറി ഷോപ്പ് അടച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങളുടെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ പോയി ചോദിക്കണം? എവിടെ പോയി ചോദിക്കും? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പള്ളിയിൽ പോയി ചോദിക്കാൻ പറയും. അപ്പോൾ കാരണം പോലീസ് സ്റ്റേഷനിൽ ചോദിക്കാൻ പറ്റില്ല ഈ സാധനം. അപ്പോൾ ഈ സാധനം ഞാൻ പള്ളിയിൽ നിന്ന് ഉദ്ദേശിച്ച് ഞാൻ ജാതി വെച്ചിട്ട് പറഞ്ഞാലേട്ടാ, ഇപ്പം ഞങ്ങളോടും പറയും പള്ളിയിൽ പോയി ചോദിക്കാൻ പറയും. അപ്പോൾ ഈ ഒരു പ്രശ്നം വലുതാണ്. പക്ഷേ നമ്മൾ ഇത്തരം റെഗുലേറ്റഡ് ബോഡിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലല്ല, വെബ്സൈറ്റിൽ സെബിയുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവർ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തു തരും. ഇതാണ് നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താലുള്ള ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ മാസം കുറച്ച് പൈസ നീക്കി വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനാണ് SIP എന്നൊക്കെ പറയണത്. അപ്പോൾ എപ്പോഴും ഇത്രയും നോക്കിയാൽ മതി. ഒരു റിട്ടയർമെൻറ്റ് എടുക്കാൻ ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാളിപ്പോൾ നിങ്ങൾക്ക് മാസം എത്ര രൂപ ചിലവുണ്ട് ഇന്ന് ജീവിക്കണമെങ്കിൽ? ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അല്ല 1 ലക്ഷം വേണോ? 50 മതി. 50,000 ഉടനെങ്കിൽ 50,000 എന്ന് റിട്ടയർമെൻറ്റ് എടുക്കണം? ഒരു 10 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എടുത്താൽ മതിയാ? അതോ 20 വർഷം കഴിഞ്ഞിട്ട് വേണോ? 10 വർഷം കഴിഞ്ഞിട്ടാണ് റിട്ടയർമെൻറ്റ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോഴേ റിട്ടയർമെൻറ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് 50,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 ലക്ഷം രൂപ കൊല്ലത്തിൽ വേണം അല്ലേ? അപ്പോൾ 6 ലക്ഷം രൂപ കൊല്ലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 കോടി രൂപയെങ്കിലും നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അങ്ങനെയാണെങ്കിൽ 4% വെച്ച് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് 50,000 രൂപ വെച്ചിട്ട് കിട്ടത്തുള്ളൂ. ഇനി അതല്ല, നമ്മൾ പറയണത് 50,000 രൂപ ഇന്ന് വേണം, റിട്ടയർമെൻറ്റ് എടുക്കണം 10 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ 50,000 എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 കോടി വേണം റിട്ടയർമെൻറ്റ് എടുക്കില്ല. 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കോടി വേണം 1 ലക്ഷം ആണെങ്കിൽ. ഇനി നിങ്ങൾ പറയണത് എനിക്ക് ഇന്നത്തെ 50,000 രൂപ 20 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 50,000 എന്നുള്ളത് 1 ലക്ഷം ആവും. ആ 1 ലക്ഷം എന്നുള്ള അടുത്ത 10 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം ആവും. ഈ 2 ലക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ 6 കോടിയെങ്കിലും വേണം. ഇന്നത്തെ കണക്കാണ് പറയണത്. അന്ന് ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവണമെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനേക്കാളും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു എന്താ പറയുക 1.5 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസം നമുക്ക് ഏകദേശം ഒരു 1-1.25 ലക്ഷം രൂപയെങ്കിലും നമുക്ക് മാസം സേവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇനി 1 കോടി രൂപ നമുക്ക് എത്തിക്കണം എന്ന് വിചാരിക്കും. 5 വർഷം കൊണ്ടാണ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു 1.1-1.15 ലക്ഷം രൂപയെങ്കിലും മാസം ചെയ്യണം. ഇനി അതല്ല
ആ 10 വർഷം കൊണ്ട് 1 കോടി എത്തിച്ചാൽ മതിന്നുണ്ടെങ്കിൽ 50,000 രൂപ വെച്ചിട്ട് SIP 12% എന്നുള്ള റിട്ടേൺ നമുക്ക് എത്തിപ്പെടും. ഞാൻ ഈ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയത്. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ബാങ്കിൽ പൈസ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അടുത്ത കുറച്ച് ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇൻഷുറൻസുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഗോൾഡും മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കുമായിട്ട് കുറച്ച് പൈസ സേവ് ചെയ്യുക. അത് കാരണം ഈ പറഞ്ഞ എല്ലാവരും ഹൈലി ലിക്വിഡാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള പൈസ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റും എസ്പെഷ്യലി നമുക്ക് ഇൻട്രസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ഓൺ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റെൻ്റൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പൈസ മാനേജ് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. ബാങ്കിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈവൻ ഒരിക്കലും നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒരു ജ്വല്ലറി ഇപ്പോൾ അടുത്ത് പൊട്ടിപ്പോയ ടൈമിൽ പൊട്ടിപ്പോയി എനിക്ക് തോന്നുന്നു മിനിമം ഒരു 500-1000 കോടിയോ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അധികം പേരൊന്നും കേസ് കൊടുത്തിട്ടില്ല. അത് കാരണം എന്താ വെച്ചാൽ മിക്കവരും കാശായിട്ടാണ് കൊടുത്തത്. എങ്ങനെ പോയിട്ട് ഇപ്പം ഞാൻ പോയിട്ട് 1 കോടി രൂപ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ബ്ലാക്കിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ഫയൽ ചെയ്യാൻ പറ്റുമോ കേസ്? അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും ഡു ട്രാൻസാക്ഷൻ ത്രൂ ബാങ്ക് ആൻഡ് എപ്പോഴും ITR ഫയൽ ചെയ്യുക. എപ്പോഴും വൈറ്റ് മണിയിൽ ഡീൽ ചെയ്യുക. പലപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈവൻ NRIs ചെയ്യണ കണ്ടിട്ടുണ്ട്. കാരണം 1 കോടിയുടെ പ്രോപ്പർട്ടി 50 ലക്ഷം രൂപ വൈറ്റ് കൊടുക്കും, 50 ലക്ഷം രൂപ ബ്ലാക്കിൽ കൊടുക്കും. കറക്റ്റായിട്ടിരിക്കുന്ന സാധനം എന്തിനാണ് നമ്മൾ ഈ ബ്ലാക്ക് കൊടുത്തിട്ട് പൈസ കേടാക്കുന്നത്? ഇനി 10 വർഷം കഴിഞ്ഞിട്ട് ഇത് വിൽക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 1 കോടിക്കാണ്. പക്ഷേ നമ്മൾ കൊടുത്തേക്കണ എത്ര രൂപയ്ക്കാണ്? 50 ലക്ഷത്തിനാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ബ്ലാക്ക് പണി നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ടാക്സ് കൊടുക്കണം? ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഓൾവേസ് ട്രൈ ടു ബി ക്ലീൻ. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ലീഗൽ സിസ്റ്റത്തിലായിരിക്കും നടക്കാൻ പോണത്. ഇനി പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും അടുത്ത 10 കൊല്ലത്തേക്ക് നമ്മൾ പിന്നെയും പറ്റിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. സോ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ ട്രാപ്പ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ. ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് വിത്തിൻ ദ ടൈം. എനിവൺ ഹാവ് ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ, സാറിൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാറുള്ളത് CAGR ആണ് നമ്മളൊരു പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. CAGR. പക്ഷേ XIRR അല്ലേ ശരിക്കും നോക്കേണ്ടത്? ഞാനതിൽ എന്നോട് അക്കാഡമിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ആകെ നോക്കേണ്ട കാര്യത്തിലുള്ളൂ. ഡെഫിനറ്റ്ലി XIR ആണ് നോക്കേണ്ടത്. ഞാൻ CAGR എന്നായാലും XIR എന്ന് ഉദ്ദേശിച്ചാലും എൻ്റെ ടേം ഇത്രയുള്ളൂ, ആനുവലൈസ്ഡ് റിട്ടേൺ എത്രയുണ്ടെന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി XIR ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ കൊടുത്തേക്കുന്നത് പല പല ടൈമിലാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സൽ കാൽക്കുലേഷനിൽ XIR വർക്ക് ചെയ്യത്തുള്ളൂ. ഡെഫിനറ്റ്ലി നമ്മൾ നോക്കേണ്ടത്രേ ഉള്ളൂ ആനുവലി എത്ര റിട്ടേൺ കിട്ടി എന്നുള്ളത്. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും നമ്മൾ പറമ്പ് വാങ്ങി എനിക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് ഇപ്പോൾ എനിക്ക് എന്താ പറയുക 50 ലക്ഷത്തിന് വിൽക്കാൻ പറ്റിയെന്ന് പറയും. അപ്പോൾ അത് പറമ്പിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പറമ്പ് വാങ്ങിയത് 20 വർഷം മുന്നേ ആയിരിക്കും. 20 വർഷം മുന്നിട്ട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 50 ലക്ഷത്തിന് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 6% ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബീറ്റ് ചെയ്യാം. ഇപ്പം എനിക്കിപ്പോൾ അടുത്ത ഒരാൾ വന്നിരുന്നു. ആള് കണ്ണൂർ പുള്ളൊരു പറമ്പ് വാങ്ങി 2 ലക്ഷത്തിന്, രണ്ട് വിറ്റത് 1 കോടിക്കാണ്. അത് പക്ഷേ ആൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ണൂർ എയർപോർട്ട് വരാൻ പോണ കാര്യം. അപ്പോൾ അങ്ങനെ ലോട്ടറി അടിക്കുന്നവർ വളരെ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ സാറ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും എന്തുകൊണ്ട് ആനുവലൈസ്ഡ് റിട്ടേൺ പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്നാണോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് അതോടൊപ്പം അതിലേക്ക് എത്ര രൂപ കൂടി കൂട്ടിയിട്ട്, ഇപ്പോൾ പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മതിൽ കെട്ടി എല്ലാ വർഷവും വൃത്തിയാക്കി, ഇതൊന്നും നമ്മൾ കൂട്ടത്തില്ല. അപ്പോൾ അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിട്ടേൺ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഡെഫിനറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. CAGR-നേക്കാളും ഉപരി ഞാൻ ആനുവലൈസ്ഡ് എത്ര റിട്ടേൺ കിട്ടി എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുക. അതാണ് എപ്പോഴും ഒരു പാരാമീറ്റർ നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റിന്, ഇപ്പം ഇൻഫ്ലേഷൻ്റെ കാര്യം സാറ് പറഞ്ഞു ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ഗ്രോത്തിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10,000 റുപ്പീ പെർ മന്ത് SIP നമ്മൾ ചെയ്തു പോകുന്നതായിട്ട് നല്ലത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. സ്റ്റെപ്പ് ബൈ SIP അല്ലേ ആ ഇൻഫ്ലേഷനെ ബീറ്റപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത്? സ്റ്റെപ്പ് തന്നെയാണ് ഡെഫിനറ്റ്ലി. SIP എന്നൊക്കെ ഞാൻ പൊതുവെ പറഞ്ഞാലും ഇതെല്ലാം നേഴ്സറിയാണ്. അപ്പോൾ സത്യത്തിൽ വീഡിയോയിൽ പറഞ്ഞെല്ലാം നേഴ്സറി ലെവൽ കാര്യങ്ങളാണ്.
ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ്സിലേക്കും 2ാം ക്ലാസ്സിലേക്കും PG ഒക്കെ ആവണം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് SIP ഇപ്പോൾ 10,000 തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു 12% റിട്ടേൺ കിട്ടും. അതേപോലെ തന്നെ ഓരോരുത്തരും വൃത്തിയായിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശമ്പളം ഹൈക്ക് കിട്ടുകയാണെങ്കിൽ അതിലും ഒരു 10% 15% കിട്ടും. അപ്പോൾ ആ പൈസയും കൂടി ഇത് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനുവലൈസ് റിട്ടേൺ 12% മാർക്കറ്റിൽ നിന്നും 12% എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ 24% റിട്ടേൺ കിട്ടും. അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് അപ്പ് ഇസ് ബ്യൂട്ടിഫുൾ. മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ സാറ് പറഞ്ഞങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ബേസിക്കലി ഈ ഇൻട്രസ്റ്റ് പോർഷന് സാർ ഓൾറെഡി സൂചിപ്പിച്ചു, ഈ ഏരിയ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇപ്പം നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും അതിൻ്റെ ഗ്രോത്ത് ഏരിയ നോക്കുകയാണെങ്കിൽ മേജർ പോർഷൻ ഇപ്പം ലാസ്റ്റ് 1.5 year 2 years ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്. പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ IT, ബാക്കി വരുന്ന കുറഞ്ഞ ഏരിയസേ ഉള്ളൂ. FMCG പോലുള്ള IT സെക്ടറൊക്കെ പോലത്തെ താരിഫ് എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അബദ്ധമാണ്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താ? ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ, എന്താണ്? അല്ല, ഈ താരിഫിൻ്റെ ഒക്കെ ടെമ്പററി അല്ലേ ഇതൊക്കെ നടക്കാൻ പോണത്? ഇപ്പോൾ ആൾക്കാർ കാറ് വാങ്ങാണ്ടും ടയർ ഓടിക്കാണ്ടൊക്കെ ഇരിക്കുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കുന്നത് സെക്ടർ മാറ്റി പിടിക്കേണ്ടി വരുമെന്നുള്ള. സെക്ടർ ഡെഫിനറ്റ്ലി അത് കാലാകാലങ്ങളനുസരിച്ച് നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഈവൻ IT സെക്ടർ ആണെങ്കിലും ഇത് ഇറ്റ്സ് എ വെരി ഇവോൾവിങ് ടൈം അല്ലേ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് എവിടേക്കാണ് പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാവരും ഒരു ടെമ്പററിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ITക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷേ എന്നിരുന്നാലും ഒരു ലോങ്ങർ പീരീഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ക്വാളിറ്റി കമ്പനികളിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എസ്പെഷ്യലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചേർത്ത് പറയാം, ഒന്ന് നമ്മൾ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ സാധാരണ ഇൻവെസ്റ്ററേക്കാളും കൂടുതൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് ഈ വിശ്വാസം പാലിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിലാവുമ്പോൾ ആ ഒരു ഫ്ലേവർ, ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനത്തിൽ അധികം പൈസ വരത്തില്ല. കാരണം കുറച്ചുകൂടി സ്ലോ ഗ്രോത്ത്. ഇപ്പോൾ നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു മൊമെൻറ്റം ഫണ്ടല്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇട്ടേക്കുന്ന ഒരു പലരും അത് നഷ്ടം പറഞ്ഞ് നിൽക്കുക. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെ. അപ്പോൾ പക്ഷെ അതിലൊരു സംശയം കൊണ്ടല്ലോ സാർ, ഇപ്പോൾ ബാക്കി മ്യൂച്വൽ ഫണ്ട്സുകളാണെങ്കിൽ അവരുടെ റീബാലൻസിങ് ഒരു കുറച്ചും കൂടി പെർഫെക്ഷൻ തോന്നുന്നുണ്ട്. പക്ഷേ എത്തിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒരു ഇഗ്നറൻസ് അല്ല, മീൻസ് ഒരു അലസതയാണോന്ന് അറിയില്ല, അവരുടെ റീബാലൻസിങ് അത്ര ഒരു പെർഫെക്ഷൻ തോന്നാറില്ല. അല്ല, അതിന് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലേ? അതുകൊണ്ടാണോ? അതാ റെസ്ട്രിക്ഷൻ. കാരണം റീബാലൻസിങ് എവിടെ നടക്കണത്? ഇപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനവും ബാങ്കിലായിരിക്കും. ഇവർക്ക് നമ്മൾ അവരോട് പറഞ്ഞേക്കണ കാര്യം വെച്ചാൽ ഓടാൻ പോകുന്ന ടൈമിൽ കാലുകൂടിയും കെട്ടി വെച്ചിട്ട് ഓടാൻ പറഞ്ഞേക്കണ്. അപ്പോൾ ആ ടൈമിൽ അവർക്ക് ഓടണേനൊരു പരിധിയില്ലേ? അപ്പോൾ കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫണ്ട് മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ആ ഒരു റെസ്ട്രിക്ഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ എടുത്തു നോക്കോ, ഏത് ബാലൻസിങ്ങിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ICICI ബാങ്കില്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ടില്ല, എത്തിക്കൽ ഫണ്ടിൽ അതില്ല. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ? അല്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്യണതല്ല, പക്ഷേ ഇത് നേച്ചറാണ്. ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാവുന്ന കാര്യത്തിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതാണോ നമുക്ക് അത്ര ഫേവർ ആയിട്ടുള്ള കമ്പനികൾ, അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫാർമ അല്ലെങ്കിൽ കാറിൻ്റെ കമ്പനികൾ, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരു 5-6 കമ്പനി മാത്രം ചൂസ് ചെയ്തിട്ട് നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില ടൈമിൽ അത് ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അസറ്റ് ലൊക്കേഷൻ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ഒരു എത്തിക്കൽ ബിലീഫിൽ പോണ ടൈമിൽ റിട്ടേൺ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 12% കിട്ടുമായിരിക്കും. പക്ഷേ ആ വൊളാറ്റിലിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും, അത് കൂടും എത്തിക്കൽ വേയിൽ ചെയ്യുന്ന സമയത്ത്. അത് ഇതിൻ്റെ ഒരു നേച്ചറാണ്. പിന്നെ ഒരിക്കലും ഞാനിവിടെ വന്ന് ഞാനൊരു ബ്രോക്കറായതിൻ്റെ പേരിൽ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും പറഞ്ഞ് അത് മാത്രമല്ല, അസറ്റ് ലൊക്കേഷനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തീരുമാനിക്കണം എത്ര രൂപ സ്റ്റോക്കിലേക്ക് വരണം, എത്ര രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് വേണം, എത്ര രൂപ ഗോൾഡിലേക്ക് വേണം, എത്ര രൂപ റിയൽ എസ്റ്റേറ്റിലേക്ക് വേണം എന്ന് ബാലൻസ്, അല്ലെങ്കിൽ എത്ര രൂപ പ്രൈവറ്റ് ബിസിനസ്സിൽ വേണം എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. താങ്ക് യു സർ.